എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികതാരമാണ്. അടൂരിൽ 68 വയസ്സുകാരൻ സൈമൻ പട്ടി കടിച്ച് ആശുപത്രി കൊണ്ടുപോകുന്ന ഇടയ്ക്ക് പട്ടി കടിച്ച് ചികിത്സ തേടിയില്ല. ആശുപത്രി കൊണ്ടുപോകുന്ന ഇടയ്ക്ക് തന്നെ അടൂർ ആശുപത്രി താലൂക്ക് ആശുപത്രി ഏൽപ്പിച്ചപ്പോൾ പേവിഷബാധ ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പുള്ളിയെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് രാവിലെ ദുഃഖമായ ഒരു വാർത്തയാണ് അറിയുന്നത്. സൈമൻ മരിച്ചു കഴിയുന്നു, ഏറ്റാണ് മരിച്ചു കഴിഞ്ഞെന്നിരിക്കുന്നു പറയുന്നു. ബന്ധുക്കളെല്ലാം ഇന്ന് ആശുപത്രി പരിശോധന തുടങ്ങും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ബോഡി ഉള്ളത്. അതിനുശേഷം വിട്ടുകൊടുക്കുമെന്നാണ് പറഞ്ഞത്. പേവിഷബാധ പട്ടി കടിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു. പേവിഷബാധ ഏറ്റിട്ടുണ്ട്, ചികിത്സ നൽകിയില്ലെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പേവിഷബാധിച്ചതിന് ശേഷം പട്ടിയുടെ രൂപമൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് തന്നെ സൈമൻ 68 വയസ്സാണ്, മരിച്ചു കഴിഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്, ദുഃഖമായ ഒരു വാർത്തയാണ് നമുക്കിന്ന് രാവിലെ അറിയപ്പെടുന്നത്. അടൂരിലാണ് വീടെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് പറയുന്നത്. പേവിഷബാധിച്ചാണ് മരിച്ചതെന്നാണ് ഇപ്പോൾ തെളിയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് അറിയാമെന്ന് പറയുന്നുണ്ട്. ദുഃഖമായ ഒരു വാർത്തയാണ്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലേയൻ. പട്ടി കടിച്ചിട്ട് ചികിത്സ തേടിയില്ലെന്ന് തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണ് പേവിഷ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്ന് പറയാം.